എൻ്റെ പേര് ശ്രീനാഥസ്. ഞാൻ 15 കൊല്ലമായിട്ട് ടെക്നിക്കൽ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ബേസിക്കലി ലിനക്സ് മേഖലയിലാണ് കൂടുതലും വർക്ക് ചെയ്യുന്നത്. ലിനക്സ് മാത്രമല്ല, ക്ലൗഡ്, ഡെവോപ്സ് എന്ന് പറയുന്ന എല്ലാ മേഖലകളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ റെഡ് ഹാറ്റ് എന്ന് പറയുന്ന കമ്പനിയിൽ ഏകദേശം 3 വർഷത്തോളം അസോസിയേറ്റ് ടെക്നിക്കൽ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ ഡിവോപ്സ് എന്ന് കേൾക്കുന്ന സമയത്ത് പലർക്കും ഇപ്പോഴും അത് എന്താണ് ആ ടെക്നോളജി എന്ന് മനസ്സിലായിട്ടില്ല. അപ്പം സാധാരണ ഒരു വിദ്യാർത്ഥിക്ക് മനസ്സിലാവുന്ന രീതിയിൽ സർ ഡിവോപ്സ് എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാമോ? യെസ്, ഡെവോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്പേഴ്സ് പ്ലസ് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന 2 ടീമും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ്. പണ്ട് കാലത്ത് ഇത് രണ്ടും സെപ്പറേറ്റ് ടീംസ് ആയിരുന്നു. ഡെവലപ്പേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് എന്ന് 2 സെപ്പറേറ്റ് ടീമായിരുന്നു. അപ്പോൾ അതിനുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഓപ്പറേഷൻസ് ടീമിൻ്റെ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് അവിടെ കുറേ ടൈം ലാഗും കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരു ഡെവലപ്പർ പറയും അവരുടെ ലാപ്ടോപ്പിൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് ഈ പറയുന്ന പ്രൊഡക്ഷൻ വരുമ്പോൾ അത് ഫെയിൽ ആവും. അപ്പോൾ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 ടീമും ഒരുമിച്ച് കൊളാബറേറ്റ് വർക്ക് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഡെവോപ്സ്. ഡെവലപ്പേഴ്സിൻ്റെ ഡേവും ഓപ്പറേഷൻസിൻ്റെ ഓയും കൂടി ഡെവലപ്പേഴ്സായിട്ട് ഡെവോപ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്നത്. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറും ഡെവോപ്സ് എഞ്ചിനീയറും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് മെയിൻലി ചെയ്യുന്ന പറഞ്ഞാൽ ആപ്ലിക്കേഷൻ്റെ ഡെവലപ്മെൻറ്റും ആപ്ലിക്കേഷൻ്റെ യൂസർ ഇൻ്റർഫേസും പോലുള്ള കാര്യങ്ങളാണ് അവർ മെയിൻലി ഉദ്ദേശിക്കുന്നത്. അല്ലെ, അവരുടെ വർക്ക് ബേസിക്കലി അതിനെ ചുറ്റിപ്പറ്റിയാണ്. പക്ഷേ ഒരു ഡെവോപ്സ് എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊഡക്ഷനിൽ എങ്ങനെ ഫെയിലിയർ ഇല്ലാതെ അതിനെ പ്രൊഡക്ഷനിൽ എങ്ങനെ ഡിപ്ലോയ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഡെവോപ്സ് എഞ്ചിനീയറുടെ മെയിൻ ഡ്യൂട്ടി. ട്രാഫിക്കിനെ മാനേജ് ചെയ്യുക, സെക്യൂർ ആക്കുക, അതിനെ സ്കെയിൽ ചെയ്യുക, ഈ പറയുന്ന കാര്യങ്ങളെല്ലാമാണ് ഒരു ഡെവോപ്സ് എഞ്ചിനീയർ പ്രോബ്ലി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ ഡെവോപ്സ് എഞ്ചിനീയർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോഡിംഗ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊരു തെറ്റായ ധാരണയാണ്. നമുക്ക് കോഡിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ ബേസിക് നോളജ് വേണമെന്ന് തന്നെയില്ല. നമുക്ക് ഫ്രം ദ സ്ക്രാച്ച് തന്നെ നമുക്ക് ഡെവോപ്സിനകത്ത് എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുന്നത് നെറ്റ്വർക്കിങ്ങിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ലിനക്സിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഗിറ്റ്, ജെൻകിൻസ്, ഡോക്കർ, ക്യൂബർനെറ്റിസ്, AWS, ഇതിനകത്തെല്ലാം തന്നെ ഇവർക്ക് ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ബേസിക്കലി ഒരു കോഡിങ്ങിൻ്റെ ഒരു പശ്ചാത്തലം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ആവുന്ന സമയത്ത് നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിന് ഡെവോപ്സ് എഞ്ചിനീയർ എന്നുള്ളൊരു കരിയർ എത്രമാത്രം സ്യൂട്ടബിൾ ആണ്? അവർക്കത് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണോ? അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്. തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. നോൺ IT ബാക്ക്ഗ്രൗണ്ട് ആയ സ്റ്റുഡൻസിന് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാവുന്ന അല്ലെങ്കിൽ ജോലി തേടി പോകാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് ഈ നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ഡെവോപ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് അവർക്ക് നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റി തന്നെ ഈ ഡെവോപ്സിലുണ്ട്. അവർക്ക് ലിനക്സ് നെറ്റ്വർക്കിംഗ് തൊട്ട് നമുക്ക് അങ്ങനത്തെ പല കോഴ്സുകൾ ചെയ്ത് അവർക്ക് ഡെവോപ്സിലോട്ട് എത്താൻ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ സാറിന് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അപ്പം സാർ പല കമ്പനീസുമായിട്ടും കോൺടാക്റ്റ് ഉണ്ട്, പല സീനിയർ ആളുകളുമായിട്ടുള്ള കോൺടാക്ട്സ് ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് സാറിന് ഹയറിങ്ങിൽ, അതായത് പുതിയ ആളുകളെ ഫ്രഷേഴ്സിന് എടുക്കുന്ന സമയത്തും മെയിനായിട്ട് ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം, കേരളത്തിലെ കുട്ടികളുടെ ഒരു പ്രോബ്ലം എന്താണ്? ഈ ഡെവോപ്സ് കോഴ്സ് കഴിഞ്ഞ് വരുന്ന ആൾക്കാരെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ബേസിക്കലി ഞാൻ കണ്ട ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഈ പറയുന്ന ഡെവോപ്സ് ട്രെയിനിങ്സും ലിനക്സ് ട്രെയിനിങ്സും എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു കണ്ടന്റ് പ്രോപ്പർ അല്ല. അപ്പോൾ ഈ പിള്ളേർ പഠിക്കുന്ന കണ്ടന്റ് എത്രത്തോളം ഡെപ്ത് ആയിട്ട് പോകുമെന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ല. അപ്പം ചിലർ ബേസിക്സ് മാത്രം പറഞ്ഞ് എല്ലാ കോഴ്സിൻ്റെ ഒരു ബേസിക്സ് പറഞ്ഞിട്ട് അവരെ പഠിപ്പിച്ചു വിടും. അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ മെയിൻലി കണ്ടിട്ടുള്ളത്. പക്ഷേ സ്റ്റുഡൻസിന് ഒരു പ്രോപ്പറായിട്ടുള്ള റോഡ് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഡെവോപ്സിലോട്ട് നല്ലൊരു കരിയർ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും ഫ്രം ദ സ്ക്രാച്ച് തന്നെ. അതിന് നോൺ ടെക്നിക്കലാണെങ്കിലും നോൺ ടെക്നിക്കൽ സ്റ്റുഡൻസിനാണെങ്കിലും അത് ഒരു പ്രോബ്ലം അല്ല. ഓക്കെ, അപ്പോൾ ഈ ഡെവോപ്സിൽ ഒരു കരിയർ നോക്കുന്ന ഒരാൾ മെയിനായിട്ടും മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ട ടെക്നോളജീസ് ഏതാണെന്ന് ചോദിച്ചു. സാർ ഏതൊക്കെയാണ് പറയുന്നത്? നല്ലൊരു ചോദ്യമാണ്. അവർക്ക് ആദ്യം തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നെറ്റ്വർക്കിംഗ് ആയിരിക്കും. നെറ്റ്വർക്കിൻ്റെ ഫണ്ടമെന്റൽസ് പഠിച്ചിരിക്കുക, അതിനുശേഷം ലിനക്സ് പഠിക്കുക, അതിനുശേഷം നമുക്ക് ഡോക്കർ, ക്യൂബർനെറ്റിസ്, AWS, ഗിറ്റ്, ജെൻകിൻസ്, ടെറാഫോം, ആൻസിബിൾ ഈ പറയുന്ന കോഴ്സുകളെല്ലാം ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് പ്രൊഡക്ഷനിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡെവോപ്സ് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഒരു ഡെവോപ്സ് പഠിക്കുന്ന ഒരു കുട്ടി ഇപ്പോൾ ഇത്രയും ടെക്നോളജീസ് പഠിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഒരാൾ പഠിക്കണോ, അതോ ഇത് നമുക്കൊരു കോംബോ രീതിയിലായിരിക്കുമോ നമുക്ക് പഠിപ്പിക്കുന്നത്? നമുക്ക് എല്ലാ കോഴ്സുകളുടെയും എല്ലാ കണ്ടന്റ്സ് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഡെവോപ്സ് പഠിക്കണമെങ്കിൽ. ശരിക്കും ഡെവോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കോഴ്സ് മാത്രമല്ല, അത് കുറേ ടൂൾസ് ഡെവോപ്സിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ആവശ്യമുള്ള കോഴ്സുകളുടെ മെയിൻ കണ്ടന്റ്സ് ആണ് നമ്മൾ പഠിപ്പിക്കുക. അപ്പോൾ ഒരു ബണ്ടിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും, ഇതിനെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഒരു ബണ്ടിൽഡ് കോഴ്സായിട്ട് പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നന്നാവുക. അപ്പോൾ നെറ്റ്വർക്കിങ്ങിൻ്റെ എല്ലാ CCNA പോലത്തെ കോഴ്സ് നിങ്ങൾക്ക് ആവശ്യമില്ല. അപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഫണ്ടമെന്റൽസ്, ലിനക്സിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ലെവല്, ഡോക്കർ, ഗിറ്റ്, ജെൻകിൻസ്, ക്യൂബർനെറ്റിസ്, AWS ഇതിൻ്റെ എല്ലാം പ്രൊഡക്ഷൻ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കവർ ചെയ്ത് ഒരു ബണ്ടിൽഡ് കോഴ്സായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും.
ഓക്കെ, ഇപ്പോൾ ഇത്രയും ടെക്നോളജീസ് ഒരു കുട്ടി പഠിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഈ ഡെവോപ്സ് എഞ്ചിനീയർ എന്നുള്ള ഒരൊറ്റ ഒരു കരിയറിലേക്ക് മാത്രമാണ് അവർക്ക് പോകാൻ പറ്റുന്നത്? അല്ല, ഈ കോഴ്സുകളെല്ലാം പഠിക്കുന്നുണ്ട് അവർക്ക് പല മേഖലയിലോട്ട് പോകാൻ പറ്റും. ബേസിക്കലി ലിനക്സ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലിനക്സ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലോട്ട് പോകാൻ പറ്റും. മാത്രമല്ല SRE സൈറ്റ് റിലയബിലിറ്റി എഞ്ചിനീയറിലോട്ട് പോകാൻ പറ്റും. ക്ലൗഡ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ക്ലൗഡ് എഞ്ചിനീയർ എന്ന പോർഷനിലോട്ട് പോകാൻ പറ്റും. ഡെവോപ്സ് പഠിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഡെവോപ്സ് എഞ്ചിനീയർ പറ്റും. അത് മാത്രമല്ല സൊല്യൂഷൻ ആർക്കിടെക്ട് എന്ന പോലത്തെ ആ ഒരു മേഖലയിലോട്ട് പോകാൻ പറ്റും. അതുമാത്രമല്ല അവർക്ക് ഇനി ടീം ലീഡായിട്ടോ മാനേജറായിട്ടോ ടെക്നിക്കലായിട്ടോ അങ്ങനെ മൂവ് ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് മാനേജ്മെന്റ് ലെവലിലും അവർക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന എൻക്വയറീസ് ആണെങ്കിലും കുറേ കുട്ടികൾ നമ്മുടെ അടുത്ത് ഡെവോപ്സ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ചോദിക്കും. അപ്പം അവരെല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഡെവോപ്സ് എന്ന് പറയുന്ന ഒരൊറ്റ ടെക്നോളജി പഠിച്ചാൽ മതി, ലിനക്സിന്റെ ബേസ് ഇതിന് ആവശ്യമില്ല എന്നൊരു തെറ്റിദ്ധാരണ പല കുട്ടികൾക്കും ഉണ്ട്. കാരണം അവരെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ആ രീതിയിലാണ് കൺവിൻസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സാറിന് എന്താണ് അവരുടെ അടുത്ത് പറയാനുള്ളത്? അങ്ങനെ ഡെവോപ്സ് എന്ന് മാത്രം ഒരു കോഴ്സ് പഠിച്ചിട്ട് കാര്യമില്ല. അവർ പഠിക്കുമ്പോൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള റോഡ് മാപ്പ് തന്നെ അവർക്ക് കൊടുക്കേണ്ടി വരും. നമ്മൾ ആദ്യം അവർക്കൊരു ഗൈഡൻസ് കൊടുക്കുക. ഡെവോപ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് മാത്രമല്ല, അതിന് പല ടൂൾസും പല കോഴ്സുകളും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ബേസിക് ആയിട്ട് ആദ്യം പഠിക്കുന്ന നെറ്റ്വർക്കിംഗ് ഇല്ലാതെ ഒരു കോഴ്സും പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നെറ്റ്വർക്കിംഗ് അവർക്ക് ആദ്യം തന്നെ നമ്മൾ കൊടുക്കുക. ലിനക്സ് അഡ്മിനിസ്ട്രേഷൻ പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ ഡോക്കർ, പിന്നെ AWS, ക്യൂബർനെറ്റിസ്, ഗിറ്റ്, ജെൻകിൻസ്, ടെറാഫോം, ആൻസിബിൾ, ഇങ്ങനത്തെ ഇത് മാത്രമല്ല പിന്നെ അവർക്ക് മോണിറ്ററിംഗ് ടൂൾസ് ആവശ്യമായിട്ട് വരും. ഗ്രഫാന, പ്രൊമിത്തിയസ് പോലെ ഈ ടൂൾസ് ആവശ്യം വരും. അത് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ കോഴ്സുകളെല്ലാം കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് ഒരു ഹാൻഡ്സ് ഓൺ ഒരു പ്രൊജക്റ്റ് അവരെ കൊണ്ട് നമ്മൾ ചെയ്യിക്കുന്നതായിരിക്കും. അപ്പോൾ അതിലൂടെ അവർ ഒരു റിയൽ വേൾഡ് പ്രൊഡക്ഷൻ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥി, ഒരു സ്റ്റുഡൻറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശരിക്കും അവർ എൻക്വയറി ചെയ്യേണ്ടത്? ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. ഇതിനകത്ത് സ്റ്റുഡൻറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ സ്റ്റുഡൻറ്റ് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഒരു നല്ലൊരു കരിയർ ഗൈഡൻസ് അവർക്ക് തരാൻ പറ്റുന്നുണ്ടോ, ഇൻസ്ട്രക്ടർ എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആണ്, ഇൻസ്ട്രക്ടർ എത്ര കൊല്ലം ഈ പറയുന്ന റിയൽ വേൾഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അവരവിടെ ഹാൻഡ്സ് ഓൺ ലാബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം അവർ അന്വേഷിച്ചറിയേണ്ടതുണ്ട്. അതുമാത്രമല്ല പറ്റുകയാണെങ്കിൽ ഒരു ഡെമോ സെഷനും കൂടി എടുത്തിട്ട് അവർക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർക്ക് ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കോമ്പിനേഷൻ, ഈ ഒരു ടെക്നോളജീസ് എല്ലാം ഈ ഒരു കോഴ്സിൽ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളത് തീർച്ചയായിട്ടും അവരത് എൻഷുർ ചെയ്യേണ്ടതാണ്. അതെ, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ എൻഷുർ ചെയ്യണം. ഫ്രം ദ സ്റ്റാർട്ടിങ് അവരൊരു കോഴ്സ് ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ എൻക്വയറി ചെയ്യുന്ന അവിടെ തൊട്ട് അവർക്കൊരു പ്ലേസ്മെന്റ് കിട്ടുന്ന ആ ഒരു എൻ പോയിന്റ് വരെ, അതിന് ശേഷവും ഒരു കമ്പനിയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നീടുള്ള സപ്പോർട്ട്, പിന്നീട് എന്തെങ്കിലും കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സപ്പോർട്ട് വരെ കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ നിന്ന് അവർക്ക് വേറെ കമ്പനിയിട്ട് മൂവ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സപ്പോർട്ട് വരെ കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവരെപ്പോഴും സെർച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഫ്യൂച്ചറിൽ ഡെവോപ്സ് എന്ന ടെക്നോളജിനെ AI റീപ്ലേസ് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഇല്ല, അതെല്ലാവരുടെയും ഒരു മിഥ്യയായിട്ടുള്ള ധാരണയാണ് AI ഡെവോപ്സിനെ റീപ്ലേസ് ചെയ്യുന്നുള്ളത്. അങ്ങനെയല്ല, AI ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെവോപ്സിനെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ AI പഠിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ AI വരുന്നതോടുകൂടി ഡെവോപ്സ് പ്ലസ് AI ഏജൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഡെയിലി ടാസ്കുകളും നമ്മുടെ പ്രൊജക്റ്റും കുറച്ചുകൂടി ടൈം ലൈനായിട്ട് അല്ലെങ്കിൽ ടൈം ബൗണ്ട് ആയിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ AI നമ്മൾ ശരിക്കും ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുക, ഒരിക്കലും നമ്മുടെ ജോബ് എടുത്തുകൊണ്ട് പോകുന്നില്ല. ഓക്കെ, ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക? ഇന്ത്യയിൽ മാത്രമാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്? അതിനൊരു അബ്രോഡ് സ്കോപ്പ് ഉള്ള ഒരു കോഴ്സ് ആണോ ഇത്? അതെ, ഇതിന് ഇന്ത്യയിൽ മാത്രമല്ല സ്കോപ്പ് ഉള്ളത്, ഇതിന് കാനഡ, ഓസ്ട്രേലിയ, US, UK എന്ന് പറയുന്ന കൺട്രികളിലും നമുക്ക് ഇതിന്റെ ഒരു സ്കോപ്പ് അവൈലബിൾ ആണ്. ഇത് ഓഫ്ലൈൻ പഠിക്കണം എന്ന് പറഞ്ഞ ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട്. അപ്പൊ ഇത് ഓൺലൈനും ഓഫ്ലൈനും പഠിക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? ഓഫ്ലൈൻ പഠിച്ചത് കൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജ് കുട്ടിക്ക് കിട്ടുന്നുണ്ടോ? അങ്ങനെ ഒരു തെറ്റായ ധാരണ പിള്ളേർ വെക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഓൺലൈൻ ആണെങ്കിലും ഈ കോഴ്സ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല. ബേസിക്കലി നമ്മളൊരു പ്രൊഡക്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കമ്പനി ചെന്ന് കഴിഞ്ഞാൽ അവർ റിമോട്ടായിരിക്കും കൂടുതലും ജോബ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചറിയാം, ഒരു IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ കുറച്ച് നാൾ കഴിയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അവർ വീട്ടിൽ പോയിരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ കോഴ്സ് ഓൺലൈൻ ആയതുകൊണ്ടും ഓഫ്ലൈൻ ആയതുകൊണ്ടും ഒരു മാറ്റം അവിടെ സംഭവിക്കുന്നില്ല. ഓൺലൈൻ കോഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലൈവ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഒരു കമ്പനി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എൻവയോൺമെൻറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഇപ്പോൾ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ട് പിന്നീട് ഒരു കരിയർ ഗ്യാപ്പ് എടുക്കേണ്ടി വന്ന ലേഡീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് എത്രമാത്രം ഈ ഒരു ടെക്നോളജി യൂസ്ഫുൾ ആണ് അവർക്കൊരു എഗെയിൻ കരിയറിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്? ഓക്കെ, അപ്പം ഈ കരിയർ ഗ്യാപ്പ് ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമല്ല നോർമൽ കാൻഡിഡേറ്റ്സും കാണുമായിരിക്കും. എന്തെങ്കിലും പാരൻസ് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടോ എന്തെങ്കിലും കാര്യം കൊണ്ട് കരിയറിൽ നിന്ന് കുറച്ചുകൂടെ മാറി നിന്ന് ഫീമെയിൽ ഓർ മെയിൽ കാൻഡിഡേറ്റ്സിന് അവർക്ക് ബേസിക്കലി അവർ ഗ്യാപ്പ് എടുക്കുന്നതിന് മുമ്പ് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ലൊരു പൊസിഷനിലായിരിക്കും കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവുക.
അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം അവർ തിരിച്ചു പോകുന്ന സമയത്ത് അവരുടെ ആ ഒരു പൊസിഷൻ വേറെ ആർക്കെങ്കിലും ഹാൻഡ് ഓവർ ചെയ്ത് കാണും. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ വരുമ്പോൾ ചിലപ്പോൾ ആ പൊസിഷൻ അവർക്ക് ഡൗൺഗ്രേഡ് ചെയ്ത് പോയിട്ടുണ്ടാകാം. അപ്പം ഇവർക്ക് തിരിച്ച് ആ ഒരു ജോബിലോട്ടോ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലോട്ടോ അല്ലെങ്കിൽ ഒരു ഡൊമൈൻ തന്നെ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന എന്താ വെച്ചാൽ ഡെവോപ്സ് പോലുള്ള ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് ഈ പറയുന്ന സ്കിൽസ് എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അവരുടെ പഴയ പൊസിഷനിലോട്ട് അവർക്ക് പോകാനും സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ പുതിയൊരു പൊസിഷനിലോട്ട് അവർക്ക് സ്വിച്ച് ചെയ്യാനും ഈ ഒരു കോഴ്സിന് സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ സർ, ഇത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഡിഗ്രി മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ ഡെവോപ്സിന് ഒരു കോഴ്സ് എടുക്കണമെങ്കിൽ? ഡിഗ്രി എന്ന് പറയുന്നത് ഈ കോഴ്സിന് മാത്രമല്ല, എല്ലാ കോഴ്സിനും ഒരു മാൻഡേറ്ററി പോലെയാണ് പറയുന്നത്. കാരണം നിങ്ങൾ ഏത് കമ്പനിയുടെ കോഴ്സ് നോക്കുകയാണെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ പറയുന്നത് ഒരു ഡിഗ്രിയാണ്. അപ്പോൾ അവർക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഡിഗ്രി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിലും കുഴപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഡിഗ്രി ഓർ ഡിപ്ലോമ, ഇപ്പോൾ ഡിഗ്രിയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഡിപ്ലോമ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഡിഗ്രി ആയിരിക്കും കുറച്ചുകൂടി ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഡിഗ്രി ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഡിസ്റ്റൻ്റ് ആയിട്ട് എഡ്യൂക്കേഷൻ ഡിഗ്രി ചെയ്യുന്ന ഒരാൾക്കും ഈ ഒരു കോഴ്സ് ചെയ്യുന്നതോട് അല്ലെങ്കിൽ ജോബ് കിട്ടാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കുട്ടി കരിയറിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് എന്തൊക്കെയാണ് സാറിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ലൈക്ക് എന്തൊരു കരിയർ പാത്ത് സാറിന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ബെസ്റ്റ് കരിയർ പാത്ത് AI വന്നാലും റീപ്ലേസ്ഡ് ആവില്ല എന്ന് സാറിന് ഫീൽ ചെയ്യുന്ന? ഓക്കെ, അവർക്ക് ആദ്യം തന്നെ ഞാൻ പറയുക നെറ്റ്വർക്ക്സ് പ്ലസ് നെറ്റ്വർക്കിങ്ങിൻ്റെ ഫണ്ടമെൻറ്റൽസ് പ്ലസ് ലിനക്സ് പഠിക്കാനായിരിക്കും ഞാൻ ആദ്യം പറയാം. ലിനക്സ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കാനായിരിക്കും പറയാം. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു ജോബ് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ സൈറ്റ് റിലയബിലിറ്റി എഞ്ചിനീയർ SRE എന്ന് ആണ് പൊതുവെ ടെക്നിക്കലായിട്ട് ഉപയോഗിക്കുന്ന ടേം. അപ്പോൾ ആ ഒരു ജോബും അവർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി അതല്ല അവർ ക്ലൗഡാണ് പഠിക്കുന്നതെങ്കിൽ, ക്ലൗഡ് മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ അവർക്ക് ലിനക്സ് പ്ലസ് ക്ലൗഡ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, ലിനക്സും ക്ലൗഡും കൂടി പഠിച്ചാലേ കാര്യമുള്ളൂ. അപ്പോൾ ലിനക്സും ക്ലൗഡും കൂടി പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ക്ലൗഡ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു ജോബ് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് ഡെവോപ്സും കൂടി പഠിച്ചു കഴിഞ്ഞാൽ, അതായത് ലിനക്സ് അഡ്മിനിസ്ട്രേഷൻ പ്ലസ് ഡെവോപ്സ് പ്ലസ് AWS കൂടി പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഡെവോപ്സ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു ജോബ് റോളും കൂടി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ സൈറ്റ് റിലയബിലിറ്റി എഞ്ചിനീയർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ പഠിക്കണമെങ്കിൽ കുറച്ചുകൂടി CCNA CCNP CCA എന്ന് പറയുന്ന മേഖലയിലോട്ട് പോകേണ്ടി വരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലൗഡ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഡെവോപ്സ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഈ പറയുന്ന ജോബ് റോൾസ് ഒക്കെ ആയിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത്. അതുകൂടി കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ സൊല്യൂഷൻ ആർക്കിടെക്ട് എന്ന് പറഞ്ഞ പൊസിഷനോട്ട് വരെ ഈ ഒരു കോഴ്സ് ചെയ്യുന്നതുകൊണ്ട് പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ എത്താൻ പറ്റും അവർക്ക്. ഓക്കെ, അപ്പൊ ഫ്രഷർ ആയിട്ട് ഒരാൾക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇത്രയും സർട്ടിഫിക്കേഷൻ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് മറ്റ് കോഴ്സുകളെക്കാളും കുറച്ചും കൂടി അഡ്വാൻറ്റേജ് കിട്ടുന്നില്ലേ പ്ലേസ്മെന്റ്സിനും കാര്യങ്ങൾക്കും? തീർച്ചയായിട്ടും. ഇപ്പം ഒരു കാൻഡിഡേറ്റ് ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അയാളുടെ റെസ്യൂമിൽ സർട്ടിഫൈഡ് ആണെന്ന് പറയുന്നതും സർട്ടിഫൈഡ് അല്ലാത്ത ഒരു കാൻഡിഡേറ്റ് വരുമ്പോഴും റിക്രൂട്ടർ ആദ്യം നോക്കുക സർട്ടിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റായിരിക്കും അവർ ചൂസ് ചെയ്യുക. ബിക്കോസ് അയാളുടെ സ്കിൽഡ് അവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടെസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ അയാളുടെ സ്കിൽസ് ആയിരിക്കും കൂടുതൽ ടെസ്റ്റ് ചെയ്യുക. അപ്പം സർട്ടിഫൈഡ് ആയ ഒരാൾക്ക് കുറച്ചുകൂടി ജോബ് കിട്ടാനുള്ള ഒരു ചാൻസ് അവിടെ കൂടുതലാണ്. അപ്പോൾ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് കിട്ടാൻ ഏറ്റവും കൂടുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ കോഴ്സ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, കുറച്ചുകൂടി ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ കൂടി ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പം ഡിഗ്രി പഠിച്ച് നിൽക്കുന്ന ഒരു കുട്ടി ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഇത് എനിക്ക് പറ്റിയൊരു ഫീൽഡ് ആണോ, ഇത് എനിക്ക് പറ്റിയൊരു ടെക്നോളജി ആണോ, എനിക്കിതെല്ലാം ഇത്രയും ടെക്നോളജീസ് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യം ഇതിലുണ്ടോ? ശരിക്കും അവർക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. അവർക്ക് പഠിക്കാനും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കോഴ്സ് പഠിക്കാവുന്നതാണ്. IT പഠിച്ച ആൾക്കാർക്കും non-IT പഠിച്ച ആൾക്കാർക്കും അല്ലെങ്കിൽ non-IT ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർക്കും തീർച്ചയായിട്ടും ഈ പറയുന്ന കോഴ്സ് ചൂസ് ചെയ്തിട്ട് ഈസി ആയിട്ടൊരു പ്ലേസ്മെൻറ്റ് എടുക്കാവുന്നതാണ്. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു സ്കിൽസ് ഒന്നും വേണമെന്നില്ല, മാത്തമാറ്റിക്കൽ സ്കിൽസോ അല്ലെങ്കിൽ അനലിറ്റിക്സ് തിങ്കിങ് സ്കിൽസോ ഒന്നും വേണമെന്നില്ല. അവർക്ക് ഈസി ആയിട്ട് നോർമൽ പോലെ വന്ന് ഈ ഒരു കോഴ്സ് പഠിച്ച് അവർക്ക് പ്ലേസ്മെന്റ് ചെയ്തു പോകാവുന്നതാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പം 15-16 വർഷത്തിനുള്ളിൽ സാർ ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുണ്ടാവും, ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും. സാർ വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ട്രെയിനിങ്സും നടത്തുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ പല കമ്പനീസിലും പ്ലേസ്ഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അവർ ആ ഒരു സക്സസിലേക്ക് എത്താനുണ്ടായ റീസൺ എന്തായിരുന്നു? നമ്മൾ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളുടെ കൂടെ തന്നെ നമ്മൾ CV പ്രിപ്പറേഷന്, ഒരു ഇൻ്റർവ്യൂ പ്രിപ്പറേഷന്, മോക്ക് ഇൻ്റർവ്യൂസ്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിന് ഒരു ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഈസി ആയിട്ട് ആ ഒരു ജോബ് കിട്ടാൻ ഒരു ചാൻസ് കൂടുതലായിരിക്കും. സർ, നമുക്ക് ഒരുപാട് ഫ്രീ റിസോഴ്സസ് അവൈലബിൾ ആണല്ലോ. ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിലും അല്ലാതെയുള്ള ഒരുപാട് സൈറ്റുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രീ റിസോഴ്സസിൽ നിന്ന് ഒരു കുട്ടി പഠിക്കുന്നതാണോ അതോ ഒരു എക്സ്പീരിയൻസ്ഡ് മെന്ററിന്റെ കീഴിൽ പഠിക്കുന്നതായിരിക്കും? ഏതാണ് ബെറ്റർ? അതിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടോ?
ഉണ്ട്. നമ്മൾ യൂട്യൂബ് നോക്കി പഠിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതുപോലെ കേട്ട് നമ്മൾ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് ക്ലിയറൻസിനോ ലൈവായിട്ടൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്യാനോ ഒന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ പറഞ്ഞാൽ ആ യൂട്യൂബിൻ്റെ അകത്ത് കമൻറ്റ് സെക്ഷനിൽ പോയി കമൻറ്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ റിപ്ലൈ കിട്ടാൻ ചിലപ്പോൾ 1-2 ദിവസം പിടിച്ചേക്കാം. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഒരു മെൻറ്ററിനടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എററോ അല്ലെങ്കിൽ ട്രബിൾ ഷൂട്ടിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ഇൻസ്ട്രക്ടർക്ക് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ആ സമയം തന്നെ അവരെ വിളിക്കുകയോ അവരെ കോൺടാക്ട് ചെയ്യുകയോ ആ സ്ക്രീൻഷോട്ട് വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി അവരെ കോൺടാക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അവരുടെ ഡൗട്ട്സ് അപ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് ഒരു അവിടെ 1-2 വേ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. യൂട്യൂബ് പോലുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു റിസോഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ 1 വേ കമ്മ്യൂണിക്കേഷനാണ് കൂടുതലും നടക്കുന്നത്. ഇൻസ്ട്രക്ടർ അടുത്ത് പഠിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു 2 വേ കമ്മ്യൂണിക്കേഷനാണ്. അവരുടെ ഡൗട്ട്സ് നമുക്ക് എത്രയും വേഗം നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ. ഇപ്പോൾ സാർ കൊടുക്കുന്ന ട്രെയിനിങ്സിൽ ഈ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രൊജക്ട് ലൈവ് പ്രൊജക്ട്സിന്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ട്? അത് എത്രമാത്രം പ്ലേസ്മെന്റിന് കുട്ടികളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പം നമ്മളൊരു ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ ആദ്യം തന്നെ ആ ടോപ്പിക്കിനെ കുറിച്ച് ഒരു തിയറി നമ്മൾ പറഞ്ഞു കൊടുക്കും. അതിൻ്റെ ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ ആ ഡയഗ്രാംസ് നമ്മൾ കാണിച്ചു കൊടുക്കും. അതിനുശേഷം ഞാൻ ആദ്യം ആ ടോപ്പിക്കിനകത്ത് ഒരു ഹാൻഡ്സ് ഓൺ ഡെമോ ചെയ്ത് കാണിക്കും. അതിനുശേഷമായിരിക്കും അവരെ കൊണ്ടൊരു ഹാൻഡ്സ് ഓൺ ഡെമോ ചെയ്യിക്കുന്നത്. അതുകൂടാതെ അവർക്കൊരു അസൈൻമെൻറ്റ് ടോപ്പിക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അറ്റ് ദ എൻഡ് ഓഫ് ദ കോഴ്സ് നമ്മൾ അവരെ കൊണ്ട് അറ്റ്ലീസ്റ്റ് 3 ലൈവ് പ്രൊജക്ട്സ് അവരെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ 3 ലൈവ് പ്രൊജക്ട്സ് മിനിമം ഒരാൾ ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മൾ അവരെ ഒരു പ്ലേസ്മെൻറ്റിലോട്ട് വിടത്തുള്ളൂ. അപ്പം ഈ 3 പ്രൊജക്ട്സിൻ്റെ അകത്ത് അല്ലെങ്കിൽ 3 ലൈവ് പ്രൊജക്ട്സിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് ഒരു കമ്പനി ചെന്ന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊരു പ്രൊഡക്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് ഒരു പുതിയൊരു പ്രൊജക്റ്റിൽ തന്നെ അവർക്ക് ഓൺ ബോർഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും.